ഒരു മനുഷ്യൻ 20-ാം നൂറ്റാണ്ടിന്റെ ദിശ മാറ്റി എങ്ങനെയെന്ന് നമുക്ക് 90 സെക്കൻഡിനുള്ളിൽ കണ്ടെത്താം. ഹിറ്റ്ലർ 1889-ൽ ഓസ്ട്രിയയിൽ ജനിച്ചു. അവൻ ഒരു യുവാവായി ജർമ്മനിയിലെത്തി, ഒരു കലാകാരനാകാൻ സ്വപ്നം കണ്ടു. പക്ഷേ കലാലയം 2 തവണ അവനെ നിരസിച്ചു. പ്രഥമ ലോകമഹായുദ്ധം അവന്റെ വഴിത്തിരിവായി. അവൻ ഒരു സൈനികനായി സേവനമനുഷ്ഠിച്ചു, പരിക്കേറ്റു, ജർമ്മനിയുടെ തോൽവിയിൽ വഞ്ചിക്കപ്പെട്ടതായി തോന്നി. യുദ്ധത്തിനു ശേഷം ജർമ്മനി കലാപത്തിലായിരുന്നു. ഹിറ്റ്ലർ ഒരു ചെറിയ രാഷ്ട്രീയ ഗ്രൂപ്പായ നാസി പാർട്ടിയിൽ ചേർന്നു. തീക്ഷ്ണമായ പ്രസംഗങ്ങളുടെയും ജർമ്മനിയുടെ അഭിമാനം പുനഃസ്ഥാപിക്കാമെന്ന വാഗ്ദാനങ്ങളുടെയും സഹായത്തോടെ നേതാവായി. 1933ഓടെ അദ്ദേഹം ചാൻസലറായി. ഉടൻ തന്നെ ജർമ്മനിയെ ഒരു പൂർണ്ണമായ ഏകാധിപത്യമായി മാറ്റി. ഹിറ്റ്ലറുടെ ഭരണകാലം ക്രൂരമായ നിയന്ത്രണം, പ്രചാരണം, എല്ലാ എതിർപ്പുകളെയും നിശബ്ദമാക്കൽ എന്നിവയാൽ അടയാളപ്പെടുത്തിയിരുന്നു. അവന്റെ വംശീയ സിദ്ധാന്തം ജൂതന്മാരെയും മറ്റും ലക്ഷ്യമാക്കി 6 ദശലക്ഷം ജൂതന്മാരെയും മറ്റും ക്രമാനുസൃതമായി കൊന്നൊടുക്കിയ ഹോളോകോസ്റ്റിലേക്ക് നയിച്ചു. 1939-ൽ ഹിറ്റ്ലർ പോളണ്ടിനെ അധിനിവേശം ചെയ്തപ്പോൾ 2-ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. 6 വർഷത്തിനുള്ളിൽ യുദ്ധം യൂറോപ്പിലുടനീളം വ്യാപിച്ചു. വൻ നാശനഷ്ടവും 70 ദശലക്ഷത്തിലധികം ആളുകളുടെ മരണവും ഉണ്ടാക്കി. 1945ഓടെ ജർമ്മനി തോൽക്കുമ്പോൾ ഹിറ്റ്ലർ ബെർലിനിലെ ഒരു ബങ്കറിലേക്ക് പിൻവലിച്ചു. അവൻ ആത്മഹത്യ ചെയ്തു. സഖ്യകക്ഷികൾ അടുക്കുമ്പോൾ ഒരു നശിച്ച ഭൂഖണ്ഡവും ഭീകരതയുടെ ഒരു പൈതൃകവും പിന്നിൽ വിട്ടു. എങ്കിലും നാം ഇപ്പോഴും ഹിറ്റ്ലറിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു? കാരണം അവന്റെ ഉയർച്ചയും വീഴ്ചയും മനസ്സിലാക്കുന്നത് വിദ്വേഷത്തിന്റെ, നിയന്ത്രണരഹിതമായ അധികാരത്തിന്റെ, പ്രചാരണത്തിന്റെ അപകടങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഓരോ ചരിത്ര വിദ്യാർത്ഥിയും ഓർക്കേണ്ട പാഠങ്ങൾ.